ലെറ്റസ്റ്റ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 92 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 27 മുതൽ 29 വരെ, 2 ദിനവൃത്താന്തം 1-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് ചോദ്യം വായിക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കല്ലുകൾ ഏവ? ഉത്തരം: ഗോമേദക കല്ല്, പതിപ്പാനുള്ള കല്ല്, ഖചിത പ്രവൃത്തിക്കുള്ള കല്ല്, നാനാവർണ്ണമുള്ള കല്ല്, വെള്ളക്കല്ല്. 1 ദിനവൃത്താന്തം 29 രണ്ടാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പാഠഭാഗത്തിലെ ഒരു അധ്യായത്തിലെ 13 വാക്യങ്ങളുടെയും അവസാനം ഒരേ സംഖ്യയാണ്. അധ്യായം ഏത്? സംഖ്യ എത്ര? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: അധ്യായം 1 ദിനവൃത്താന്തം 27-ാം അധ്യായം, സംഖ്യ 24,000. 1 ദിനവൃത്താന്തം 27-ന്റെ 1, 2, 4, 5, 7, 8, 9, 10, 11, 12, 13, 14, 15 ഈ വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവയ്ക്കുള്ളത് എന്ന് ദാവീദ് പറഞ്ഞത് എന്തെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: മഹത്വം, ശക്തി, തേജസ്, യശസ്, മഹിമ, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് ഒക്കെയും, രാജ്യത്വം. 1 ദിനവൃത്താന്തം 29-ന്റെ 11-ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പുതിയ നിയമ പാഠഭാഗത്ത് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ആരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? എത്ര പ്രാവശ്യം? ഉത്തരം: ദൈവത്തിന്റെ ദാസനായിട്ട് 2 പ്രാവശ്യം. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 13, 26 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇസ്രായേൽ സഭയൊക്കെയും യഹോവയ്ക്ക് യാഗം കഴിച്ചത് ഒരേ സംഖ്യയിലുള്ള 3 കൂട്ടം മൃഗങ്ങളെയാണ്. സംഖ്യ എത്ര? മൃഗങ്ങൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: സംഖ്യ 1000. മൃഗങ്ങൾ 1000 കാള, 1000 ആട്ടുകൊറ്റൻ, 1000 കുഞ്ഞാട്. ഓക്കെ, 1 ദിനവൃത്താന്തം 29-ന്റെ 21-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് ആൻസേഴ്സ് അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു: 2 ദിനവൃത്താന്തം 2 മുതൽ 5 വരെയും അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.